കേണൽ മോഹൻ പിള്ള ഇപ്പോൾ നമ്മുടെ ടെലിഫോൺ ലൈനിലുണ്ട്. കേണൽ, ഈ ദൗത്യം അത് 10ാം ദിവസത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഇപ്പോൾ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് മോഹൻ പിള്ള താങ്കളുടെ പ്രതീക്ഷ? എങ്ങനെയാണ് ഇന്നത്തെ കൊണ്ട് നമ്മൾ ആ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുമെന്ന് കരുതിക്കൂടെ? പൂർത്തീകരണം, ഇന്ദ്രപാലൻ സാറ് വളരെ എക്സ്പീരിയൻസ്ഡ്, ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണ്. ദർ ഇസ് നോ ഡൗട്ട് ഇൻ ഇറ്റ്. പക്ഷെ ഇതിനകത്ത് നമ്മൾ ഇന്നലെ തന്നെ നിങ്ങളോട് തന്നെ ഞാൻ സംസാരിച്ചിരുന്നു. ഇതിനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഇതിന് അഡിക്വേറ്റ് പ്ലാറ്റ്ഫോം റിവർ ബെഡ് സൈഡിൽ ഉണ്ടാക്കി വീണ്ടും അത് ചെയ്യുക. ഇപ്പോഴാണ് അവർ ആ രീതിയിൽ അത് മൂവ് ചെയ്യുന്നത്. ഇന്നലെ തന്നെ നമ്മളത് ഡിസ്കസ് ചെയ്യുകയും പറയുകയും ചെയ്തതാണ്. ഇതേ ഉള്ളതിനൊരു പോംവഴി റിവർ ബെഡിൽ ഈ ഹൈ ഹെഡഡ് JCB വളരെ നല്ല രീതിയിൽ ഇത് ചെയ്തിട്ട് അതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി 3 or 4 JCB സിമിലർ ടൈപ്പ് വരണം. ലോങ് ഹാൻഡഡ് അത് വന്നെങ്കിൽ മാത്രമേ, ലോങ് ഹാൻഡിലുള്ള അത് വന്നെങ്കിൽ മാത്രമേ ഇതിനകത്ത് അത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പം പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇനിയിപ്പം നമ്മൾ വീണ്ടും എന്താണ് എക്സാമിൻ ചെയ്യുന്നത്? ഈ 10 ദിവസം കഴിഞ്ഞപ്പോൾ എക്സാമിൻ ചെയ്യുന്നത് നമ്മൾ ടാർഗറ്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റയർ ഫോക്കസ് ഷുഡ് ബി ടു ലിഫ്റ്റ് ദാറ്റ്. അത് ലിഫ്റ്റ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഫോക്കസ് ആണ്, വേറെ ഒന്നുമില്ല. അതുപോലെ തന്നെ നേവലിന്റെ സോണാർ ഇമേജ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് അത് തലകീഴായിട്ടാണ് കിടക്കുന്നതെന്ന് അത് നമുക്ക് സയന്റിഫിക്കലി അറിയുകയും ചെയ്യാൻ തലകീഴായിട്ടായിരിക്കും കിടക്കുന്നത്. റീസൺ ബീയിങ് ഒരൊറ്റ വുഡും നമുക്ക് കാണാതിരുന്നിടത്തോളം കാലം അത് വുഡ് അതുപോലെ തന്നെ തലകീഴായി മറിഞ്ഞ് അതിന്റെ മേളില് വീൽ ഭാഗമാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അത് മുകളിലോട്ട് വുഡൊന്നും പൊങ്ങി വരാനുള്ള ഒരു അവസരമില്ല. അതുകൊണ്ട് അത് ഫ്ലോട്ട് ചെയ്യത്തില്ല. അത് പ്രസ് ചെയ്ത് അതിനകത്ത് തന്നെയാണ്. അത് തന്നെയല്ല, നേവി 100% കോൺഫിഡന്റ് ആയിട്ടാണ് അവര്. അതുപോലെ തന്നെ കൺസേൺഡ് അതോറിറ്റി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്നു. ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആരും അത് തലകീഴായിട്ടല്ല എന്നൊന്നും പറയില്ല. അവരത് കറക്റ്റ് ആയിട്ട് തന്നെ അറിഞ്ഞതിന്റെ ബേസിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും അവരെ അവിശ്വസിക്കാതെ ആ രീതിയിൽ ആ ഒബ്ജക്ട്, അതായത് നമ്മുടെ ഒബ്ജക്ട് പിക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ലിഫ്റ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു ഐഡിയയിലായിരിക്കണം കാര്യങ്ങൾ മൂവ് ചെയ്യേണ്ടത്. വീണ്ടും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെ പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കുത്തൊഴുക്കുണ്ട്, ശരിയാണ്. ഡൈവേഴ്സ്, നേവൽ ഡൈവേഴ്സ്, ഡീപ് ഡൈവേഴ്സ് ഇറങ്ങി നോക്കാൻ പറ്റും. പക്ഷെ ഇത് അതുപോലത്തെ ഉള്ള ഒരു ടെറൈൻ അല്ല. അത് അവര് നമ്മൾ പറയും ഡൈവേഴ്സ് ഇറങ്ങണോ, ഡൈവേഴ്സ് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് നോർമലി നേവൽ ഡൈവേഴ്സ് ഒക്കെ ഇറങ്ങുന്നത് കടലിലൊക്കെ മുങ്ങിപ്പോകുന്നതും അല്ലെങ്കിൽ ഇതുപോലെയുള്ള മണ്ണും ചെളിയുമുള്ള സ്ഥലങ്ങളല്ല. വാട്ടർ ക്ലിയർ ആയിരിക്കും, ട്രാൻസ്പെറന്റ് അല്ലെങ്കിൽ പോലും വിസിബിലിറ്റി കാണും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് അവർക്ക് ഫ്രീ ആക്സസ് കാണും. അതുപോലെ ഇതുപോലത്തെ കുത്തൊഴുക്ക് കാണത്തില്ല. കുത്തൊഴുക്കുള്ളിടത്തും അവർ ഇറങ്ങാറുണ്ട്. ബ്രഹ്മപുത്രയിലും അതുപോലെയുള്ള നോർത്ത് ഈസ്റ്റിലും ജമ്മുവിലും ഒക്കെ ഉള്ള റിവർ എന്ന് പറയുന്നത് ഇതിലും കുത്തൊഴുക്കുള്ളതാണ്. ഇതൊക്കെ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളിത് ഇങ്ങനെ ഒരു ഫോക്കസ് ചെയ്തത് കൊണ്ട് ഐ എം നോട്ട് ഗോയിങ് ടു കമന്റ് മോർ. പക്ഷെ അങ്ങനെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഇതൊന്നുമില്ല, ഇതിലത്തെ ഒരു മൈനർ ഒബ്ജക്ട് എന്നുള്ള രീതിയിലേ ഉള്ളൂ. പക്ഷെ ഇവിടെ വന്നിട്ടുള്ള സന്നാഹങ്ങൾ അത് കുറവാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇതിങ്ങനെ ഈ ഒരു രീതിയിൽ ഒബ്ജക്ട് ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രയോറിറ്റി 1. ആ ഒബ്ജക്ട് ലിഫ്റ്റ് ചെയ്യാതെ നമുക്ക് വേറെ ഒന്നും ഫർദർ പോകാൻ പറ്റില്ല. അപ്പൊ ഇതിനകത്ത് 2-3 കാര്യങ്ങളുള്ളത്. അപ്പൊ ആരൊക്കെയോ പറയുന്നുണ്ട്, എന്താ പറയാ, ഇതിനകത്ത് അർജുൻ ഉണ്ടോ ഇല്ലയോ. അർജുൻ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. പിന്നെയാണല്ലോ ഒബ്ജക്റ്റ് വെളിയിൽ വന്നതിന് ശേഷമല്ലേ അർജുൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുക, ഫൈനലി കാണാൻ പറ്റുന്നത്. എന്തായാലും ഒബ്ജക്റ്റ് ഇത് ചെയ്യണം. അങ്ങനെ ഒരു പ്രസംഷൻ വെച്ച് നമ്മൾ ഇത് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. കാര്യം ഉണ്ട് എന്ന് 100% വിശ്വസിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. അർജുൻ ഇല്ലെങ്കിലോ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ആ ഒബ്ജക്ട് ലിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓപ്പറേഷൻ, അതായത് ഒരു സക്സസിലോട്ട് പോകും എന്ന് നമുക്ക് അറിയുവാൻ പറ്റും. അല്ലാതെ വീണ്ടും അതുണ്ടോ ഇല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യുവാനായി ഒരു ദിവസം വീണ്ടും കളയുന്നത് ശരിയല്ല. അർജുൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് 4-5 മണിക്കൂർ അല്ലെ 6 മണിക്കൂർ അല്ലെ 8 മണിക്കൂർ അല്ലെ 10 മണിക്കൂർ വീണ്ടും കളയുന്നത് എന്തിനാണ്? പിന്നെ നാളെ ലോറി ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പം എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, ഒബ്ജക്റ്റ് എത്രയും പെട്ടെന്ന് തന്നെ ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതിലായിരിക്കണം നമ്മുടെ കോൺസെൻട്രേഷൻ. അത് അർജുൻ ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഒബ്ജക്റ്റ് ലിഫ്റ്റ് ചെയ്യുക, വേറെ ഒരു വഴിയുമില്ല. അല്ലാതെ നമ്മൾ ആ ഒരു രീതിയിലോട്ട് ഒബ്ജക്റ്റ് നേവൽ ഡൈവേഴ്സ് ചെന്നിട്ട് അർജുൻ ക്യാബിനിലാണ് എന്നുണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ടുവരിക എന്ന് പറയുന്നത് സ്വല്പം ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അത് ഇറ്റ് ടേക്സ് ടൈം ഓൾസോ. അത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ അല്ല, വെള്ളമല്ല. വെള്ളത്തിലാണെങ്കിൽ അവർക്ക് എന്തും ചെയ്യാൻ പറ്റും. ഇത് ചെളിയാണ്, മഡാണ്. അതിലെന്ത് ചെയ്യും എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ നേവിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതല്ല. അവർ ദേ ആർ വെരി എക്സ്പേർട്ട്. അപ്പൊ ഇതിലും
നല്ല രീതിയിൽ ചെയ്യും. ഇതിപ്പോ നമുക്ക് വീണ്ടും ചെയ്യാൻ പറ്റുന്ന മാക്സിമം മഡ് റിമൂവർ അവിടെ വന്നതിന് ശേഷം ആ എക്സ്കവേറ്റർ 1, 2, 3 എക്സ്കവേറ്റർ വന്ന് പ്ലാറ്റ്ഫോം അവിടെ സജ്ജമാകേണ്ടതായിരുന്നു രണ്ടാമത്തെ ദിവസം അല്ല 4ാമത്തെ ദിവസമെങ്കിലും. ഓക്കെ, അത് സജ്ജമായിട്ട് ഇത് സിമിലർ ടൈപ്പ് ഓഫ് ഈ എയർ റിമൂവർ വന്നതിന് ശേഷം അവർ ആ രീതിയിൽ മുന്നോട്ട് പോകേണ്ടത് അതേ ഉള്ളൂ. അത് ആര് കണ്ടാലും അത് അങ്ങനെ പറയുള്ളൂ. അത് ഓർഡിനറി ലേമാനാണെങ്കിലും കോമൺ സെൻസ് ഉള്ളവരും ആ രീതിയിൽ അതിനെ കുറിച്ചിട്ട് കാണുകയുള്ളൂ. അത് ആ രീതിയിൽ പ്രവർത്തനം. ഇപ്പോൾ ഒരു JCB മാത്രം വന്നതുകൊണ്ട് അതിനെ പൂജിച്ചിട്ട് അത് മാത്രം ഒരു ദിവസം മൊത്തം നിന്ന് അവിടെ ഇവിടെ നിന്നു. ഇന്നലെ ഒരു 3-4 JCB ഉണ്ടായിരുന്നെങ്കിൽ എന്ത് പറ്റുമായിരുന്നു? അപ്പൊ ഇത്രയും വെയിറ്റ് ചെയ്യണമായിരുന്നു. ബട്ട് ഇതാണ് അതിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒരു അപ്രോച്ച് ഇച്ചിലൂടെ സ്പീഡപ്പ് ആക്കണം, എക്യുപ്മെന്റ്സ് കൂടുതൽ വരണം, ആ ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ നീങ്ങണം. ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നത് നോർമൽ ഓപ്പറേഷൻസ് ആണ്. ഇതുപോലെയുള്ള രക്ഷാദൗത്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ സ്പീഡ് ഈസ് ഇമ്പോർട്ടന്റ്. ദർ ഇസ് നോ ഡൗട്ട് ഇൻ ഇറ്റ്. അതിന് ആ ഒരു പോയിന്റിനെ നമുക്ക് അവഗണിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് നമ്മൾ ഇതിങ്ങനെ പോകാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇന്നലെയെങ്കിലും നമ്മൾ ടാർഗറ്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മൾ വീണ്ടും ആ ഒരു രീതിയിലോട്ടാണ് പോകുന്നത്. ശരിയാണ്, പ്രകൃതി വളരെയധികം എതിരാണ്. അത് ആ ടെറൈൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. കന്നഡ ആ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകത്തിലെ നല്ല സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലം അവിടെ. കാറ്റും അതുപോലെ തന്നെയുണ്ട്. അത് ഈ പ്രാവശ്യം മാത്രമുള്ള ഒരു പ്രതിഭാസമല്ല, അത് എല്ലായ്പ്പോഴും ഉള്ളതാണ്. അപ്പം നേരെ മറിച്ചിട്ട് ആർമി നേവി ഒക്കെ വർക്ക് ചെയ്യുന്നത് ഇതിലൊക്കെ എത്രയോ പ്രതികൂല കാലാവസ്ഥയിലാണ് അവർ ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുന്നത്. രണ്ടാമത് എല്ലാവിധ ആക്സിഡന്റുകളും ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളും പ്രതികൂല കാലാവസ്ഥയിലേ ഉണ്ടാവുകയുള്ളൂ. പ്രതികൂല കാലാവസ്ഥ ഉള്ളത് കൊണ്ടാണല്ലോ, കാലാവസ്ഥയുടെ ഇന്റൻസിറ്റി കൂടുന്നത് കൊണ്ടും ആണല്ലോ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ നോർമലി അത് പ്രതികൂല കാലാവസ്ഥ തന്നെയായിരിക്കും. എല്ലാ 90% പ്രതികൂല കാലാവസ്ഥയിൽ തന്നെ ആയിരിക്കും വർക്ക് ചെയ്യേണ്ടത്. അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പ്രതികൂല കാലാവസ്ഥയാണ് എന്ന് പറഞ്ഞ് അതിനെ ഫർദർ ഡിലേ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതാണ്. രണ്ടാമത് നൈറ്റ് ഓപ്പറേഷൻസ് ഇന്നലെ കുറച്ച് ചെയ്തു എന്നൊക്കെ പറയുന്നു. അപ്പൊ നിങ്ങളത് കാര്യങ്ങൾ വെളിയിൽ വരാതിരിക്കാനായിട്ടോ അല്ലെങ്കിൽ അവരുടെ എന്തോ ഇതുകൊണ്ട് ഇന്നും മീഡിയയെ അവിടോട്ട് ചെയ്യുന്നില്ല. വാട്ട് എവർ ഇസ് അവർ ബ്രീഫിംഗ് തരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. വിമർശനം ഉണ്ടാവാതിരിക്കാനായിരിക്കാം. പ്രധാന പ്രശ്നം നമ്മളിപ്പോൾ അതിലേക്ക് അടുത്തേക്ക് ആ ഭാഗത്തേക്ക് അടുപ്പിക്കുന്നില്ല. അവിടെ അല്പം മാറ്റി തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. നമ്മുടെ പ്രതിനിധി ഉൾപ്പെടെ ഏതാണ്ട് 1 കിലോമീറ്ററോളം ദൂരത്താണ് മാറി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും അത് എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് അറിയുവാനായിട്ട്. അപ്പം അവർക്ക് ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സപ്പോസ് അവർക്ക് അവരുടെ വർക്കിന് ഡിസ്റ്റർബൻസ് ആവും, അവരുടെ പ്രവർത്തനത്തിൽ ആളുകൾ ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നമോ ഫർദർ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമോ എന്നുണ്ടെങ്കിൽ അവർ ശരിയാണ്, ആൾ കൂടുന്നത് ശരിയല്ല എന്ന് നമുക്ക് വെക്കാം. പക്ഷേ എനിക്ക് മനസ്സിലാകാത്ത ഡ്രോണും അവർ കൺട്രോൾ ചെയ്യുന്നില്ല, ഡ്രോണും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു എന്നാണ് ഞാൻ കേട്ടത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. അത് തെറ്റാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡ്രോൺ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഒരു പ്രശ്നവുമില്ല. മീഡിയ പേഴ്സൺസ് ഡ്രോണിൽ ഒബ്ജക്ട് പിക്ചർ എടുക്കുന്നത് കൊണ്ട് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഡ്രോൺ വഴി പിക്ചർ എടുക്കുന്നത് കൊണ്ട്. ഐ ഡോണ്ട് നോ വൈ. അതെന്താണെന്ന് എനിക്കറിയില്ല. അതൊരു കാരണവശാലും എനിക്ക് അതിന്റെ ആ ഒരു നിറ്റിഗിറ്റിയിലോട്ട് കടക്കാനായിട്ട് പറ്റില്ല. പക്ഷെ ഞാനത് എപ്പോഴും പറയുന്നത് കൊണ്ടിരിക്കുന്നത് ഏത് ഇതാണെങ്കിലും നമ്മൾ ഒബ്ജക്ട് ഐഡന്റിഫൈ ചെയ്തപ്പോൾ ഒബ്ജക്ട് ലിഫ്റ്റ് ചെയ്യുക പ്രയോറിറ്റി 1. അത് മാത്രമാണ്. അതിനുവേണ്ടി ഒരുപാട് വാർ റൂമും ഓപ്പറേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങൾ അത്രയും സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമായിട്ട് തോന്നുന്നില്ല. ഇത് ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ അത് ലോങ് ഹാൻഡിൽ JCB, അതുപോലെ തന്നെ അത് പ്ലാറ്റ്ഫോം നല്ലതുപോലെ ഉണ്ടാക്കുക. പ്ലാറ്റ്ഫോം അല്ലാതെ വേറെ വഴിയില്ല. പ്ലാറ്റ്ഫോമിന് അത് ആ മെഷീൻ സ്റ്റെബിളായിട്ട് നിന്ന് ഓപ്പറേറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാകുക. അത് തന്നെയായിരിക്കും നടക്കാൻ. അതായത് ഈ അർജുന്റെ വാഹനം എവിടെയാണെന്ന് നമ്മൾ ലൊക്കേറ്റ് ചെയ്തല്ലോ. അപ്പോൾ ആ പുഴയുടെ അരികിൽ തന്നെയാണ്. ആ ഭാഗത്തേക്ക് വെള്ളമൊഴുക്ക് നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലാൻ, പദ്ധതി സാധ്യമാണോ? അവിടെ ആ ഭാഗത്തേക്ക് അത്തരമൊരു ആലോചന സാധ്യമായിരിക്കുമോ? 100%. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ഒരു 2-3 മീറ്റർ, അതായത് നമ്മൾ ഈ റിവറിന്റെ ഇപ്പൊ ഇവർ കൊണ്ട് ഇത് ഇടുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു സ്വല്പം ഡൈവേർഷൻ, ഒത്തിരി വേണ്ട, നമുക്ക് ഫ്ലോ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അവിടുത്തെ ഫ്ലോ അല്ല പ്രശ്നം റിപ്പോർട്ടർ. ദ പ്രോബ്ലം ഈസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഡാണ്, ചെളിയാണ്, ഇതിനകത്ത് എല്ലാം കൂടിയാണ്. അപ്പൊ അതിനകത്ത് പൂണ്ട് കിടക്കുന്നത് കൊണ്ട് അതിനകത്ത് നിന്ന് ഫ്ലോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ നേവിക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അത് ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അപ്പൊ ലിഫ്റ്റ് ചെയ്യാനായിട്ട് അവർ പറയുന്നുണ്ട്. എന്താണ് അത്? അവർ പോയി എങ്ങനെയെങ്കിലും ആ ഒബ്ജക്റ്റില് റോപ്പ് അല്ലെങ്കിൽ മെറ്റൽ റോപ്പ് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ദൗത്യം. അത് എവിടെയെങ്കിലും കണക്ട് ചെയ്തിട്ട് അതിന്റെ അത് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാഫ് ഓഫ് ദി ബാറ്റിൽ ഈസ് വോൺ.
അതായത് പകുതി യുദ്ധം ജയിച്ചു എന്ന് ഒബ്ജക്ട് നമ്മൾ ജയിച്ചു എന്ന് പറയാം. കാരണം പിന്നെ അത് നമുക്ക് ശരി സമ്മതിച്ചു, അത് വലിച്ചെടുക്കാനായിട്ട് ഓക്കെ ഓഫ് കോഴ്സ് കറണ്ടിന് എഗനിസ്റ്റ് ആയിട്ട് വലിക്കണ്ട, 10-20 മീറ്റർ കറണ്ടിന്റെ ഒഴുക്കിനൊപ്പം വലിക്കേ, അപ്പോൾ അത്രയും ഡിഫിക്കൽട്ടീസ് വരില്ലല്ലോ. ഒഴുക്കല്ലേ, ഒഴുക്കിനൊപ്പം 10 മീറ്റർ മുന്നോട്ട് വലിച്ചതിന് ശേഷം ലിഫ്റ്റ് ചെയ്യേ. അത് മനസ്സിലാകാത്ത ഒരു കാര്യം എങ്ങനെ ഇത്രയും ഈ സങ്കീർണതയിലോട്ട് പോകുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതിന് പല പല രീതിയുണ്ട്. ഇപ്പൊ ശരിയാണ്, നമ്മുടെ സൈഡിലോട്ട് ഈ സൈഡിലോട്ട് കൂടുതൽ വലിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുക, മനസ്സിലായി, വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ അത് വാട്ടറിൽ കൂടുതലുള്ള സ്ഥലത്തോട്ട് വലിക്കാമല്ലോ. നമ്മൾ ഓൾറെഡി ടൈ ചെയ്തല്ലോ, നല്ലപോലെ ഹുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ ഒഴുക്കുള്ളിടത്തോട്ട് പോയാൽ തന്നെ ഒബ്ജക്ട് അല്പം ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ കുറെ കൂടി മുന്നോട്ട്. അത് കഴിഞ്ഞതിന് ശേഷം കരക്കടിപ്പിക്കുക. ഐ ഡോണ്ട് നോ, അത് എനിക്ക് ഞാൻ ശരി, നമ്മളിപ്പം നിങ്ങൾ പറയാ ആള് അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു, പറയാൻ എളുപ്പമാണ്, ഓൺ ഗ്രൗണ്ട് അങ്ങനെയല്ല. വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അത് ഇതിലും ബ്രഹ്മപുത്ര റിവർ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡെപ്ത് എത്ര, ഇതിന്റെ 10 മടങ്ങ് വീതി കൂടിയ 10-20 മടങ്ങ് വീതി കൂടിയ റിവറാണ്. സാഹചര്യം നേരിട്ട് പരിചയമുള്ള ആളുകളുണ്ട് ആ ദൗത്യത്തിൽ എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, താങ്ക് യു സോ മച്ച് കേണൽ പ്രതികരിച്ചതിന്. ആ ഒരു എക്യുപ്മെന്റും മെഷീനറിയും എത്തിയിട്ടില്ല എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. ഓക്കെ ഓക്കെ കേണൽ, താങ്ക് യു. എന്നാലും നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾക്കും ആ ദൂരെ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കും അതിൽ ഒരുപക്ഷേ ഒരു അജ്ഞത ഉണ്ടാകാം, നമ്മൾക്കും അറിയാത്ത ചില ഘടകങ്ങൾ അവിടെ നേരിടുന്നുണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. താങ്ക് യു സോ മച്ച് കേണൽ മോഹൻ പിള്ളയാണ് പ്രതികരിച്ചതിന്.